സന്ധ്യയുടെ മങ്ങുന്ന വെളിച്ചത്തിൽ കാർത്തിക് തൻ്റെ മുറിയിലെ ചെറിയ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അടുക്കളയിൽ നിന്ന് അമ്മയുടെ ചുമയും നേരിയ ശബ്ദം കാറ്റിൽ ഒഴുകിയെത്തുന്നു. കാലത്തിൻ്റെ പഴക്കം കൊണ്ട് ചുവരുകൾക്ക് വിള്ളൽ വീണതും ചോർന്നൊലിക്കുന്നതുമായ അവരുടെ ഓടിട്ട വീട് ഒരു വയസ്സായ അമ്മയെപ്പോലെ നിശബ്ദമായി നിൽക്കുന്നു. ഏതാനും വർഷം മുമ്പ് വരെ തൻ്റെ വീടെന്നാൽ പ്രതീക്ഷകളുടെയും ചിരിയുടെയും ഒരു കൂടാരമായിരുന്നു. അച്ഛൻ കൂടെയുള്ള കളികളും പെങ്ങന്മാരുടെ കുസൃതികളും നിറഞ്ഞ ആ ഓർമ്മകൾ കാർത്തികിൻ്റെ മനസ്സിനെ പൊള്ളിച്ചു. അച്ഛൻ്റെ കാർബൺ കോപ്പിയായിരുന്നു കാർത്തികും. പഠനത്തിൽ അതീവ മിടുക്കൻ. എഞ്ചിനീയറിംഗ് കോഴ്സ് ഉയർന്ന മാർക്കോടെ അവൻ പാസ്സായത് നാട്ടിൽ എല്ലാവർക്കും അഭിമാനമായിരുന്നു. നമ്മുടെ കാർത്തികിനെ പോലെ ഒരാളായിരിക്കണം എൻ്റെ മോൾക്ക് നല്ല ഭർത്താവ്. കാർത്തികിൻ്റെ കൂട്ടുകാരുടെ അമ്മമാർ പോലും അങ്ങനെ പറഞ്ഞു തുടങ്ങി. കാർത്തികിൻ്റെ വീട്ടിൽ സന്തോഷവും പ്രതീക്ഷയും മാത്രം. എന്നാൽ ജീവിതം എല്ലാ സന്തോഷങ്ങൾക്കും ഒരു വിലയിട്ടിരുന്നു. ഒരു ദിവസം അപ്രതീക്ഷമായി അച്ഛൻ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടപ്പോൾ കാർത്തികിൻ്റെ ലോകം ഇരുട്ടിലായി. അച്ഛൻ ബാക്കിയാക്കിയ കടങ്ങളും അമ്മയുടെ ചികിത്സാ ചെലവുകളും ഒരു കടൽ പോലെ അവർക്ക് മുന്നിൽ വന്നു നിന്നു. മോനെ, നിനക്ക് എന്തെങ്കിലും ജോലി കിട്ടിയിട്ട് മതി എൻ്റെ ചികിത്സ, അമ്മ ഒരിക്കൽ ദുഃഖത്തോടെ പറഞ്ഞു. അങ്ങനെ പറയരുതമ്മേ, എൻ്റെ ജീവിതം അമ്മയ്ക്കും പെങ്ങന്മാർക്കും വേണ്ടിയുള്ളതാണ്. കാർത്തിക് അമ്മയെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ചു. നല്ലൊരു ജോലിക്ക് വേണ്ടി അവൻ ഒരുപാട് അലഞ്ഞു. ഇൻ്റർവ്യൂകൾ അവൻ്റെ മിടുക്കും അറിവും എല്ലാവർക്കും ഇഷ്ടമായി. ഇതൊരു ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റാണ്, ഇവനെപ്പോലെ ഒരാളെയാണ് നമുക്ക് ആവശ്യം എന്നവർ പറയും. പക്ഷേ വലിയൊരു തുക സെക്യൂർ ഡെപ്പോസിറ്റായി ചോദിക്കുമ്പോൾ കാർത്തികിൻ്റെ പ്രതീക്ഷകൾ അവസാനിക്കും. അച്ഛൻ്റെ മരണശേഷം ബാങ്കിൽ നിന്നും സഹായം ലഭിക്കാൻ അർഹതയുണ്ടായിരുന്നിട്ടും ശരിയായ രേഖകൾ ഇല്ല എന്ന കാരണം പറഞ്ഞ് അവർ അത് നിഷേധിച്ചു. അനിയത്തിമാരായ മാളുവിൻ്റെയും ചിപ്പിയുടെയും പഠിപ്പ് പോലും മുടങ്ങി. അവർക്ക് പഠിക്കാൻ എത്രമാത്രം ആഗ്രഹമുണ്ടായിരുന്നെന്ന് കാർത്തികിന് അറിയാമായിരുന്നു. എനിക്ക് ഡോക്ടറാകണം, എനിക്കൊരു ടീച്ചറാകണം എന്നവർ കളിയായി പറയുമായിരുന്നു. കാർത്തികിൻ്റെ മനസ്സിൽ ഒരു തീക്കനൽ എരിഞ്ഞു. അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ തനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന ചിന്ത അവനെ വേട്ടയാടി. ആ സ്വപ്നങ്ങൾ നിറവേറ്റാൻ അവൻ്റെ വിദ്യാഭ്യാസം പോലും അവന് ഒരു സഹായമായില്ല. അവസാനം അവനൊരു തീരുമാനമെടുത്തു, ഗൾഫിലേക്ക് പോകാൻ. കൂട്ടുകാരൻ്റെ ഒരു ബന്ധു വഴി സാധാരണ തൊഴിലാളിയായി ഒരു ജോലി തരപ്പെടുത്തി. വിമാനം കയറുന്നതിന് മുൻപ് അമ്മയെയും സഹോദരിമാരെയും കെട്ടിപ്പിടിച്ചു അവൻ പറഞ്ഞു, ഞാൻ വരും, നമ്മുടെ ഈ കൊച്ചു വീടിനെ ഒരു കൊട്ടാരമാക്കിയിട്ട് ഞാൻ വരും. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. മകൻ്റെ വാക്കുകൾ അവർക്ക് പ്രതീക്ഷ നൽകിയിരുന്നു. യാത്രക്കിടയിൽ കാർത്തിക് ഒരുപാട് ചിന്തിച്ചു. താൻ ആഗ്രഹിച്ച ജീവിതമല്ല ഇത്, പക്ഷേ തൻ്റെ സ്വപ്നങ്ങളെക്കാൾ വലുതാണ് തൻ്റെ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾ. മരുഭൂമിയിലെ ജീവിതം എത്ര കഠിനമായിരിക്കും എന്നതിനെക്കുറിച്ച് അവന് യാതൊരു ധാരണയുമില്ലായിരുന്നു. വിമാനം ആകാശത്തേക്ക് ഉയർന്നപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ്റെ സ്വപ്നങ്ങളെല്ലാം ആകാശത്തു നിന്ന് താഴെ വീണ് ചിതറിപ്പോയ ഒരു നിമിഷമായിരുന്നു അത്. വിമാനം ഇറങ്ങിയപ്പോൾ കാർത്തികിനെ സ്വീകരിച്ചത് ചുട്ടുപൊള്ളുന്ന ഒരു കാറ്റാണ്. മരുഭൂമിയിലെ ചൂട് അവൻ്റെ ശരീരത്തെ പൊള്ളിച്ചു. നാട്ടിലെ പച്ചപ്പും തണുപ്പുമുള്ള കാലാവസ്ഥയിൽ നിന്ന് ഈ മഞ്ഞ നിറമുള്ള മരുഭൂമിയിലേക്ക് പറിച്ചു നട്ടപ്പോൾ അവൻ്റെ മനസ്സ് ശൂന്യമായി. ചുറ്റും കൂറ്റൻ കെട്ടിടങ്ങൾ, അത്ഭുതപ്പെടുത്തുന്ന റോഡുകൾ, സ്വപ്നങ്ങളുടെ നഗരമെന്ന വ്യാപ്തിയുള്ള ഈ സ്ഥലം അവനെപ്പോലുള്ള ആയിരക്കണക്കിന് ആളുകളുടെ വിയർപ്പും രക്തവും കൊണ്ടാണ് കെട്ടിപ്പടുക്കുന്നതെന്ന് അന്ന് അവൻ അറിയില്ലായിരുന്നു. കാർത്തികിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന കമ്പനിയുടെ ജീവനക്കാരൻ ഒരു ടാറ്റ സുമോ വാനിൽ അവനെ കയറ്റി. വാനിൽ കാർത്തികിനെ പോലെ മറ്റു 4 പേർ കൂടിയുണ്ടായിരുന്നു. അവരുടെ മുഖങ്ങളിലും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയും സ്വപ്നങ്ങളും ഒരുപോലെ കാണാമായിരുന്നു. താമസ സ്ഥലത്ത് എത്തിയപ്പോൾ കണ്ട കാഴ്ച അവനെ വേദനിപ്പിച്ചു. ഒരു ചെറിയ മുറിയിൽ 8 പേർ തിങ്ങിപ്പാർക്കുന്നു. എവിടെ നോക്കിയാലും പഴയ തുണികൾ, പ്ലാസ്റ്റിക് കവറുകൾ, മരത്തടികൾ എന്നിവ കൂടിക്കിടക്കുന്നു. മരത്തടികൾ കൊണ്ടാണ് അവരുടെ കട്ടിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ തന്നെ കാർത്തിക് പണിക്ക് പോയി. കമ്പനി അവനെ നൽകിയത് ഒരു കൂലിപ്പണിക്കാരൻ്റെ ജോലിയാണ്. എഞ്ചിനീയറിംഗ് ബിരുദം നേടിയിട്ടും തനിക്ക് ലഭിച്ച ജോലിയിൽ അവന് നിരാശ തോന്നി. വെയിൽ കത്തി ജ്വലിക്കുന്ന മണ്ണിൽ ഭാരമുള്ള മരത്തടികളും ഇഷ്ടികകളും ചുമക്കുമ്പോൾ അവൻ്റെ ശരീരം തളർന്നു. എന്നാൽ തൻ്റെ കുടുംബത്തിൻ്റെ മുഖം മനസ്സിൽ വന്നപ്പോൾ അവൻ വീണ്ടും ആവേശം കൊണ്ടു. അവൻ്റെ കൈകളിലെ നഖങ്ങൾ പൊട്ടി ചോരയൊലിച്ചു. നെറ്റിയിൽ നിന്ന് ഒഴുകി കഴുത്തിലൂടെ ഇറങ്ങിയ വിയർപ്പ് തുള്ളികൾ മണലുമായി കലർന്ന് ചെളി പോലെയായി. ഉച്ചഭക്ഷണത്തിന് കമ്പനി നൽകിയ ചപ്പാത്തിയും പരിപ്പുകറിയുമായിരുന്നു. സാധാരണയായി കാർത്തികിന് ചപ്പാത്തി അത്ര ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ വിശപ്പ് കാരണം അവൻ അതെല്ലാം കഴിച്ചു. കൂട്ടത്തിൽ ഒരാൾ കാർത്തികിനോട് ചോദിച്ചു, ഇത്രയൊക്കെ വിദ്യാഭ്യാസമുണ്ടായിട്ടും നീ എന്താ ഇവിടെ?
കാർത്തിക് ഒരു ചിരിയോടെ പറഞ്ഞു, എൻ്റെ കുടുംബത്തിനു വേണ്ടി എനിക്ക് ഇത് ചെയ്തേ മതിയാകൂ. അവർ തമ്മിൽ സൗഹൃദം സ്ഥാപിച്ചു. മറ്റു തൊഴിലാളികളുടെ കഥകൾ അവനെ അത്ഭുതപ്പെടുത്തി. അവരെല്ലാം വലിയ സ്വപ്നങ്ങളുമായി വന്നവരാണ്. പക്ഷേ യാഥാർത്ഥ്യം അവരെ വെറും കൂലിപ്പണിക്കാരാക്കി മാറ്റി. ഓരോ രാത്രിയിലും ഉറങ്ങുന്നതിനു മുൻപ് കാർത്തിക് തൻ്റെ അമ്മയെയും സഹോദരിമാരെയും ഓർക്കും. അവർക്ക് നല്ലൊരു ജീവിതം നൽകാൻ താൻ ഈ കഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ചെറിയൊരു ആശ്വാസം ലഭിച്ചു. പക്ഷേ മുതലാളിയുടെ ക്രൂരമായ പെരുമാറ്റം അവൻ്റെ ജീവിതത്തിൽ ഇനി എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അവന് അറിയില്ലായിരുന്നു. കമ്പനിയുടെ പേരിൽ ഉണ്ടായിരുന്നത് അധികാരത്തിൻ്റെയും ഭയത്തിൻ്റെയും ഒരു നിഴലായിരുന്നു. തൊഴിലാളികൾക്കിടയിൽ ഖാലിദ് ഒരു ഭീകരനാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് കഠിനമായ ക്രൂരതയുണ്ടെന്ന് അവർ പറയും. ആരെയും നോക്കി ചിരിക്കാത്ത, ഒരു വാക്കുപോലും മധുരമായി സംസാരിക്കാത്ത തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി. ഒരു ദിവസം കാർത്തികിൻ്റെ പ്രൊജക്ട് സൈറ്റിലേക്ക് ഖാലിദ് ഒരു സർപ്രൈസ് വിസിറ്റിന് വന്നു. കൂടെയുള്ള സ്റ്റാഫുകൾ പേടിച്ചു വിറച്ചു നിൽക്കുന്നത് കാർത്തിക് ശ്രദ്ധിച്ചു. ഖാലിദ് ചുറ്റും കണ്ണോടിച്ചു. ഓരോ തൊഴിലാളിയുടെയും മുഖം വായിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ഭാവം. കാർത്തികിൻ്റെ ഊഴമെത്തി. കാർത്തിക് തൻ്റെ ജോലി ശ്രദ്ധയോടെ ചെയ്യുകയായിരുന്നു. എന്നാൽ ഭാരമുള്ള ഒരു മരത്തടി ചുമന്നു പോകുമ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കോൺക്രീറ്റ് കഷ്ണത്തിൽ തട്ടി അബദ്ധത്തിൽ കാൽ വഴുതി. അവൻ വീഴുന്നതിന് തൊട്ടു മുമ്പ് തടി തറയിൽ വെച്ചു. പക്ഷേ അതിൽ നിന്നും ഒരു ചെറിയ പൊടിപടലം ഉയർന്നു. ആര് നിനക്ക് ജോലി തന്നു? ഖാലിദിൻ്റെ ശബ്ദം ഇടിമിന്നൽ പോലെ മുഴങ്ങി. കാർത്തിക് ഭയന്നു വിറച്ചു. സർ, ഞാൻ നോക്കിയില്ല. ഖാലിദ് അവനെ അടിമുടി നോക്കി. നീയൊരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണെന്ന് എനിക്കറിയാം. എന്നിട്ട് നിനക്കൊരു മരത്തടി പോലും നേരെ ചൊവ്വേ ചുമക്കാനറിയില്ലേ? താൻ പഠിച്ച യോഗ്യതയെ മുതലാളി പരിഹസിക്കുന്നത് കേട്ടപ്പോൾ കാർത്തികിൻ്റെ മനസ്സ് വേദനിച്ചു. അവൻ മറുപടി പറയാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ഖാലിദ് ഇടയ്ക്ക് കയറി സംസാരിച്ചു. നിന്റെ കുടുംബത്തെക്കുറിച്ചൊന്നും എനിക്ക് കേൾക്കേണ്ട. ഇവിടെ ജോലി ചെയ്യാൻ വരുന്നവർക്ക് എൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ കഴിയണം. മര്യാദയ്ക്ക് ജോലി ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ കമ്പനിയുടെ ഒരു നിമിഷം പോലും നിനക്കായി ഞാൻ പാഴാക്കില്ല, ഖാലിദ് ദേഷ്യത്തോടെ പറഞ്ഞു. അന്നത്തെ ദിവസം മുഴുവൻ ഖാലിദിൻ്റെ വാക്കുകൾ ഒരു ഭാരമായി തോന്നി. ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ തന്നെപ്പോലെ ഒരാൾ വെറും കൂലിപ്പണിക്കാരനായി മാറിയതിലുള്ള അപമാനവും അതിലുപരി തൻ്റെ അവസ്ഥ മനസ്സിലാക്കാതെ ഖാലിദ് സംസാരിച്ചതിലുള്ള ദേഷ്യവും അവനെ തളർത്തി. രാത്രി മുറിയിലെത്തിയപ്പോഴും അവൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഒരു സാധാരണക്കാരൻ്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാത്ത ഒരു മുതലാളി. കാർത്തികിന് ഖാലിദിനോട് കടുത്ത വെറുപ്പ് തോന്നി. ഖാലിദ് എന്ന പേര് കേട്ടാൽ തന്നെ അവൻ്റെ ഉള്ളിൽ ദേഷ്യം ആളിക്കത്തി. പക്ഷേ ആ നിമിഷം അവൻ അറിഞ്ഞില്ല വെറുപ്പും ദേഷ്യവും വെറും താൽക്കാലികമാണെന്ന്. ഭാവിയുടെ വഴിയിൽ അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാകുമെന്നും. അടുത്ത ദിവസം ഉച്ച കഴിഞ്ഞ് നിർമ്മാണ സൈറ്റിലെ ചൂട് താങ്ങാനാവാത്ത നിലയിലായിരുന്നു. മണൽക്കാറ്റ് അടിച്ചു വീശുന്നുണ്ടായിരുന്നു. തൊഴിലാളികൾ തളർന്ന് അവരവരുടെ ജോലിയിൽ മുഴുകിയിരുന്നു. അപ്പോഴാണ് ഖാലിദ് അപ്രതീക്ഷിതമായി സൈറ്റിലേക്ക് കടന്നു വന്നത്. സാധാരണ പോലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എല്ലാവരിലും ഒരു തരം ഭയം സൃഷ്ടിച്ചു. കയ്യിലുണ്ടായിരുന്ന ഡയറിയിൽ എന്തൊക്കെയോ കുറിച്ചു. അദ്ദേഹം പ്രൊജക്റ്റിൻ്റെ ഓരോ കോണും നിരീക്ഷിച്ചു. പെട്ടെന്ന് ഖാലിദ് പോക്കറ്റിൽ കൈയിട്ടു. അദ്ദേഹത്തിൻ്റെ മുഖഭാവം മാറി. ആ കണ്ണുകളിൽ കഠിനമായ ഭയമായി മാറി. അയാൾ ദേഷ്യത്തോടെ അലറി, എൻ്റെ പേഴ്സ് എവിടെ? തൊഴിലാളികൾ പരിഭ്രാന്തരായി പരസ്പരം നോക്കി. ഖാലിദ് ഉറക്കെ പറഞ്ഞു, നിങ്ങളെല്ലാം ഇവിടെ വരിവരിയായി നിൽക്കുക. അതിനിടയിലാണ് കാർത്തികിൻ്റെ കണ്ണിൽ എന്തോ ഒന്ന് തടഞ്ഞത്. ഒന്ന് തിളങ്ങുന്നത് പോലെ അവൻ ശ്രദ്ധിച്ചു. അവൻ സൂക്ഷിച്ചു നോക്കിയത് ഖാലിദിൻ്റെ പേഴ്സായിരുന്നു. ഖാലിദ് തൻ്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് എന്തോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് അറിയാതെ താഴെ വീണു പോയതായിരുന്നു. തനിക്ക് ലഭിച്ച അപമാനവും ദേഷ്യവും ഒരു നിമിഷം കാർത്തികിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഈ പേഴ്സ് എടുത്ത് സ്വന്തം പോക്കറ്റിൽ വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ തൻ്റെ കുടുംബത്തിൻ്റെ കഷ്ടപ്പാടുകൾക്ക് ഒരു ആശ്വാസമാകുമായിരുന്നില്ലേ? പക്ഷേ കാർത്തിക് അങ്ങനെ ചിന്തിച്ചില്ല. സത്യസന്ധത എന്ന ഗുണപാഠം അവനെ നയിച്ചു. അവൻ കുനിഞ്ഞ് പേഴ്സ് എടുത്തു. എന്നിട്ട് ഖാലിദിൻ്റെ മുന്നിൽ കൊടുത്തു. സാർ, ഇത് നിങ്ങളുടെ പേഴ്സാണ്. ഖാലിദ് അത്ഭുതത്തോടെ അവനെ നോക്കി. കാർത്തിക് അത് നേരെ അദ്ദേഹത്തിന് നീട്ടി. ഖാലിദ് അത് വാങ്ങി തുറന്നു നോക്കി. പണവും രേഖകളും എല്ലാം അതേപടി ഉണ്ടായിരുന്നു. ആ ഒരു നിമിഷം ഖാലിദിന്റെ മുഖത്തെ ദേഷ്യമെല്ലാം മാഞ്ഞുപോയിരുന്നു. ഒരു നന്ദി വാക്ക് പോലും പറയാതെ, ഒരു ക്ഷമാപണം പോലും നടത്താതെ അദ്ദേഹം തിരിഞ്ഞു നടന്നു. താൻ സത്യസന്ധത കാണിച്ചിട്ടും ഒരു വാക്കുപോലും നന്ദി പറയാൻ മനസ്സില്ലാത്ത മുതലാളിയെ നോക്കി കാർത്തിക് നിസ്സഹായനായി നിന്നു. അവൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഒഴുകി. പേഴ്സ് തിരികെ നൽകിയ കാർത്തികിനെ നോക്കി ഒരു വാക്കുപോലും പറയാതെ ഖാലിദ് തൻ്റെ കാറിലേക്ക് കയറി. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോഴും അവൻ്റെ മനസ്സ് അശാന്തമായിരുന്നു.
കഠിനമായ വെയിലിൽ അവൻ്റെ മുഖത്ത് ഒരു ചിരിയോ ഒരു നന്ദി വാക്കുകളോ കണ്ടില്ലെങ്കിലും കാർത്തികിനെ സത്യസന്ധത ഖാലിദിൻ്റെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചു. ഫൈസൽ, കാർത്തിക് എന്നൊരു പുതിയ ജീവനക്കാരുണ്ട്. അവൻ്റെ മുഴുവൻ വിവരങ്ങളും എനിക്കിപ്പോൾ തന്നെ വേണം. വീട്ടിലെ സാഹചര്യങ്ങൾ, വിദ്യാഭ്യാസ യോഗ്യതകൾ എല്ലാം. ഖാലിദിൻ്റെ ശബ്ദത്തിൽ കണിശത ഉണ്ടായിരുന്നുവെങ്കിലും സാധാരണയുള്ള കടുപ്പം ഉണ്ടായിരുന്നില്ല. ഫൈസൽ ഖാലിദിൻ്റെ ആവശ്യം കേട്ട് അത്ഭുതപ്പെട്ടു. മുതലാളിക്ക് തൻ്റെ തൊഴിലാളികളെക്കുറിച്ച് അന്വേഷിക്കുന്നത് പതിവില്ലാത്ത കാര്യമാണ്. പിറ്റേ ദിവസം രാവിലെ ഫൈസൽ കാർത്തികിൻ്റെ എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു ഫയൽ ഖാലിദിൻ്റെ മുന്നിൽ വെച്ചു. ഖാലിദ് ഓരോ പേജായി മറിച്ചു നോക്കി. കാർത്തിക് ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണെന്ന് അവൻ കണ്ടു. അന്ന് താൻ പറഞ്ഞ വാക്കുകൾ ഖാലിദിൻ്റെ മനസ്സിലൂടെ ഒരു മിന്നൽ പിണർ പോലെ കടന്നുപോയി. തുടർന്ന് കാർത്തികിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അവൻ വായിച്ചു. വാടക വീട്ടിലെ താമസം, രോഗിയായ അമ്മ. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ ഖാലിദ് ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. പിന്നെ പെട്ടെന്ന് ഫൈസലിനോട് പറഞ്ഞു, ഫൈസൽ, നാട്ടിലെ ഒരു പരിചയക്കാരനായ കോൺട്രാക്ടറെ വിളിക്കൂ. കാർത്തികിൻ്റെ വീട് പുതുക്കി പണിയാൻ. ഞാൻ ആവശ്യപ്പെട്ടു എന്ന് പറയരുത്. പകരം എൻ്റെ ഒരു സുഹൃത്തിനു വേണ്ടിയാണ് എന്ന് മാത്രം പറയുക. വീട് പണി എത്രയും വേഗം പൂർത്തിയാക്കണം. ഖാലിദ് ഉത്തരവിട്ടു. ഫൈസൽ ഖാലിദിൻ്റെ വാക്കുകൾ കേട്ട് അമ്പരന്നു. പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കാൻ ഫൈസലിന് ധൈര്യമുണ്ടായിരുന്നില്ല. നാട്ടിലെ കാർത്തികിൻ്റെ വീടിനടുത്ത് പുതിയൊരു വീടിൻ്റെ പണി ആരംഭിച്ചു. അയൽക്കാർ അത്ഭുതത്തോടെ നോക്കി. ആർക്കാണ് ആ വീട് പണിയുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി. കാർത്തികിൻ്റെ അമ്മയും സഹോദരിമാരും എന്നും ആ വീട് പണി കാണാൻ പോകുമായിരുന്നു. അമ്മേ, ഇത് ആരുടെ വീടായിരിക്കും? ഇത് എത്ര വലുതാണ്? ചിപ്പി ചോദിച്ചു. എനിക്കറിയില്ല മോളെ. ഒരു പക്ഷേ നമ്മളെപ്പോലെ കഷ്ടപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ സഹായം ലഭിച്ചതായിരിക്കാം. കാർത്തികിൻ്റെ അമ്മയുടെ വാക്കുകൾ ആദരവ് നിറഞ്ഞതായിരുന്നു. ഖാലിദ് ദിവസവും വീടുപണിയുടെ ചിത്രങ്ങൾ ഫൈസലിൽ നിന്ന് വാങ്ങിയിരുന്നു. ഓരോ ഇഷ്ടികയും ഓരോ ചുമരും ഉയർന്നു വരുന്നത് കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. തൻ്റെ ജീവിതത്തിൽ ഇതുവരെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഖാലിദ് ജീവിച്ചത്. എന്നാൽ ഇന്ന് ഒരു പാവപ്പെട്ടവൻ്റെ സന്തോഷത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് ഖാലിദിന് ഒരു പുതിയ അനുഭവം നൽകി. ഇതിനിടെ കാർത്തിക് ഒന്നും അറിയാതെ ഗൾഫിൽ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. അവൻ്റെ മനസ്സ് ഖാലിദിനോടുള്ള ദേഷ്യം കൊണ്ട് നിറഞ്ഞിരുന്നു. എന്നാൽ നാട്ടിലെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ്റെ മുഖത്ത് ഒരു ചിരി വിരിയും. അവൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് അവൻ ചിന്തിച്ചു. അവൻ്റെ ജീവിതം ഒരു കെട്ടിടം പോലെയായിരുന്നു. ഓരോ ഇഷ്ടികയും വെച്ച് അവൻ്റെ കുടുംബത്തിനായി ഒരു വീട് പണിയാൻ അവൻ ശ്രമിച്ചു. എന്നാൽ ഒരു ദിവസം ഖാലിദ് വന്ന് ആ കെട്ടിടത്തെ തകർത്ത് കളഞ്ഞു. കാർത്തിക് മനസ്സിൽ വിചാരിച്ചു, തകർന്നു പോയ ആ കെട്ടിടം വീണ്ടും പണിയാൻ കഴിയില്ല. എന്നാൽ കാർത്തിക് അറിയുന്നില്ല, മറ്റൊരാൾ ആ വീടിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്ന്. ദിവസങ്ങൾ കടന്നുപോയി. കാർത്തിക് തൻ്റെ ജോലിയിൽ മുഴുകി. ഖാലിദിൻ്റെ മനസ്സിൽ ഒരു മാറ്റം വന്നതായി കാർത്തിക് അറിഞ്ഞില്ല. അവൻ്റെ മനസ്സ് ഖാലിദിനോടുള്ള ദേഷ്യത്തിൽ നിറഞ്ഞിരുന്നു. ഒരു ദിവസം പതിവില്ലാതെ കാർത്തിക്കിന് ഖാലിദിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു വിളി വന്നു. കാർത്തിക് ആകെ ആശയക്കുഴപ്പത്തിലായി. താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ടാകുമോ? അതോ തൻ്റെ സത്യസന്ധത തിരിച്ചറിഞ്ഞ് എന്തെങ്കിലും പറയാൻ വിളിപ്പിച്ചതായിരിക്കുമോ? ഒരുപാട് ചോദ്യങ്ങളുമായി കാർത്തിക് ഖാലിദിൻ്റെ ഓഫീസിലേക്ക് നടന്നു. ഖാലിദിൻ്റെ ഓഫീസ് ആഡംബരത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു. വിലയേറിയ ഫർണിച്ചറുകൾ, ചിത്രങ്ങൾ, സ്ഫടികത്തിൽ തീർത്ത വസ്തുക്കൾ, അതെല്ലാം കാർത്തികിൻ്റെ ചെറിയ മുറിയിൽ നിന്ന് ഒരുപാട് അകലെയായിരുന്നു. ഖാലിദ് തൻ്റെ കസേരയിലിരുന്നു. കാർത്തിക് അദ്ദേഹത്തെ നോക്കി. ഖാലിദിൻ്റെ മുഖത്ത് യാതൊരു ഭാവവുമില്ലായിരുന്നു. ഇരിക്കൂ, ഖാലിദ് ഗൗരവത്തോടെ പറഞ്ഞു. കാർത്തിക്, നിങ്ങളുടെ സേവനം ഞങ്ങൾക്കിനി ആവശ്യമില്ല. നിങ്ങൾക്ക് നാളെ മുതൽ വരേണ്ടതില്ല. നിങ്ങളുടെ ശമ്പളവും മറ്റു രേഖകളും HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൈപ്പറ്റാം. ഖാലിദ് ഒരു വികാരം പോലുമില്ലാതെ പറഞ്ഞു. കാർത്തിക് ഞെട്ടിത്തരിച്ചു. അവനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെ അവന് തോന്നി. എന്തുകൊണ്ട് സാർ? കാർത്തികിൻ്റെ ശബ്ദം വിറച്ചു. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? എൻ്റെ കുടുംബം, അവർ എന്നെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ഖാലിദ് കാർത്തികിൻ്റെ കണ്ണുകളിലേക്ക് നോക്കാതെ മേശപ്പുറത്തെ കൈകൾ വെച്ച് പറഞ്ഞു. നിങ്ങൾക്കിനി പോകാം. നിങ്ങൾക്കിത് എങ്ങനെ ചെയ്യാൻ കഴിയുന്നു? എൻ്റെ സത്യസന്ധത കണ്ടിട്ടും എൻ്റെ കഷ്ടപ്പാടുകൾ കണ്ടിട്ടും നിങ്ങൾക്ക് എൻ്റെ സ്വപ്നങ്ങളെ തകർക്കാൻ ഒരു മടിയുമില്ലല്ലേ? കാർത്തിക് ഖാലിദിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. പക്ഷേ ഖാലിദ് കസേരയിൽ ചാരിയിരുന്ന് അവനെ നോക്കി. നിങ്ങൾക്ക് പോകാം. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഇനി HR-മായി പറയാം. കാർത്തിക് നിസ്സഹായനായി തല കുനിച്ചു. തൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നതായി അവന് തോന്നി. അവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി നടന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മുറിയിലെത്തിയ കാർത്തിക് തൻ്റെ തുണികളും സാധനങ്ങളും എല്ലാം ചെറിയ ബാഗിലാക്കി. അവനൊരു തിരിച്ചറിവുണ്ടായി.
തൻ്റെ യോഗ്യതയും കഠിനാധ്വാനവും ഇവിടെയൊന്നും ഒരു വിഷയമല്ല. ഈ മരുഭൂമിയിൽ അവൻ്റെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും യാതൊരു വിലയുമില്ല. അവൻ്റെ മനസ്സ് ദേഷ്യത്തിലും നിരാശയിലും മുങ്ങി. അന്നു രാത്രി കാർത്തിക് വിമാന ടിക്കറ്റ് എടുത്തു. കാർത്തിക് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടു. അവൻ വിമാനത്തിൽ കയറിയിരുന്നു. അവൻ്റെ മനസ്സ് ശൂന്യമായിരുന്നു. നാട്ടിലെത്തിയാൽ എന്തു ചെയ്യുമെന്ന് അവനൊരു പിടിയുമില്ലായിരുന്നു. അമ്മയെയും സഹോദരിമാരെയും അവൻ എങ്ങനെയാണ് ഈ ദുരന്തം അറിയിക്കുക? അവൻ്റെ ജീവിതം ഒരു കെട്ടിടം പോലെയായിരുന്നു. ഓരോ ഇഷ്ടികയും വെച്ച് അവൻ്റെ കുടുംബത്തിനായി ഒരു വീട് പണിയാൻ അവൻ ശ്രമിച്ചു. എന്നാൽ ഒരു ദിവസം ഖാലിദ് വന്ന് ആ കെട്ടിടത്തെ തകർത്ത് കളഞ്ഞു. കാർത്തിക് മനസ്സിൽ വിചാരിച്ചു, തകർന്നു പോയ ഒരു കെട്ടിടം വീണ്ടും പണിയാൻ കഴിയില്ല. തകർന്ന ഹൃദയവുമായിട്ടാണ് കാർത്തിക് നാട്ടിൽ വന്നിറങ്ങിയത്. 1 വർഷം മുൻപ് ഈ വിമാനത്താവളത്തിൽ നിന്ന് അവൻ പറന്നുയരുമ്പോൾ മനസ്സിൽ സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതേ വിമാനത്താവളത്തിൽ അവൻ വീണ്ടും ഇറങ്ങിയപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ഒരുവനെ പോലെയായിരുന്നു അവൻ. നാട്ടിലേക്കുള്ള യാത്രയിൽ എങ്ങനെയാണ് അമ്മയെയും സഹോദരിമാരെയും ഈ ദുരന്തം അറിയിക്കുക എന്ന ചിന്ത അവനെ വേട്ടയാടി. പരാജയപ്പെട്ടവനായി അവരെ അഭിമുഖീകരിക്കാൻ അവൻ ഭയപ്പെട്ടു. ഗ്രാമത്തിലേക്കുള്ള വഴിയിൽ അവൻ പതിവായി പോകുന്ന വഴികൾ കണ്ടു. ഒടിഞ്ഞുപോയ പാലം, പാടങ്ങൾ, ചെറിയ കടകൾ എല്ലാം അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ മനസ്സ് മാത്രം പഴയതുപോലെയായിരുന്നു. അവൻ്റെ മനസ്സ് ശൂന്യമായിരുന്നു. അവൻ്റെ ഗ്രാമത്തിലേക്കുള്ള വഴി തിരിയുമ്പോൾ അവൻ ദൂരെയായി ഒരു പുതിയ വീട് കണ്ടു. അതൊരു വലിയ മനോഹരമായ വീടായിരുന്നു. കാർത്തികിൻ്റെ മനസ്സിൽ ഒരു ചോദ്യമുയർന്നു. ആരുടേതായിരിക്കും ഈ വീട്? എൻ്റെ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു വീട് ഉണ്ടായിരുന്നില്ലല്ലോ. അവൻ കാർ ഡ്രൈവറോട് ചോദിച്ചു, ഏതാ ഇത്? ആരുടെ വീടാണ്? ഡ്രൈവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ, ഇത് നിങ്ങളുടെ വീടാണ് സാർ. കാർത്തിക് ഞെട്ടിത്തരിച്ചു. അവനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ തൻ്റെ കണ്ണുകൾ തിരുമ്മി വീണ്ടും നോക്കി. അതെ, അത് അവൻ്റെ വീടാണ്. അഴുക്കു പിടിച്ച ചുമരുകളും ചോർന്നൊലിക്കുന്ന മേൽക്കൂരകളും ഉള്ള വീട് ഇപ്പോൾ മനോഹരമായ ഒരു വീടായി മാറിയിരിക്കുന്നു. കാർ വീടിൻ്റെ മുന്നിൽ നിർത്തിയപ്പോൾ കാർത്തികിൻ്റെ അമ്മയും സഹോദരിമാരും അവനെ കാണാൻ പുറത്തേക്ക് വന്നു. അവർ വളരെ സന്തോഷത്തിലായിരുന്നു. കാർത്തിക് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മ അവനെ കെട്ടിപ്പിടിച്ചു. മോനെ, നിന്നെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാർത്തിക് അമ്മയോട് ഒന്നും ചോദിച്ചില്ല. അവൻ തല കുനിച്ച് നിന്നു. അവന് കരച്ചിൽ വന്നു. മോനെ, ഇതാണ് നമ്മുടെ പുതിയ വീട്. ഞങ്ങൾക്കിത് ആരാണ് ചെയ്തതെന്ന് അറിയില്ല, അമ്മ പറഞ്ഞു. കാർത്തിക് വീടിനകത്തേക്ക് നടന്നു. അകത്ത് പുതിയ ഫർണിച്ചറുകൾ, പാത്രങ്ങൾ, മനോഹരമായ ചിത്രങ്ങൾ. അതെല്ലാം കണ്ടപ്പോൾ കാർത്തിക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇതെങ്ങനെ സംഭവിച്ചു അമ്മേ? കാർത്തിക് ചോദിച്ചു. ഞങ്ങൾക്കറിയില്ല മോനെ. ഒരു ദിവസം നമ്മുടെ പഴയ വീടിനടുത്ത് ചില ജോലിക്കാർ വന്നു. അവർ പുതിയ വീട് പണിയാൻ തുടങ്ങി. അവർ ആരുടെ ആളുകളാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഒരു പക്ഷേ നീ ചെയ്ത നന്മയുടെ ഫലമായിരിക്കും ഇത്, അമ്മ പറഞ്ഞു. കാർത്തിക് തൻ്റെ മനസ്സിലോർത്തു. താൻ ചെയ്ത നന്മ അത് ഖാലിദിനോട് കാണിച്ച സത്യസന്ധത മാത്രമായിരുന്നു. എന്നാൽ ആ നന്മയ്ക്ക് ഖാലിദ് തൻ്റെ സ്വപ്നങ്ങളെ തകർത്തു. അവൻ്റെ മനസ്സിൽ ദേഷ്യം വീണ്ടും ഉയർന്നു. എന്നാൽ അപ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലാക്കി. ഖാലിദിൻ്റെ യഥാർത്ഥ സ്വഭാവം അവൻ കണ്ടില്ല. ഖാലിദ് കാണിച്ചത് ക്രൂരതയായിരുന്നില്ല, മറിച്ച് ഒരു നന്മയായിരുന്നു. കാർത്തിക് മനസ്സിലാക്കി. അമ്മ, എനിക്ക് ഖാലിദിനെ കാണണം, കാർത്തിക് പറഞ്ഞു. ഖാലിദ് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല മോനെ. പക്ഷേ അയാൾ അയച്ച ഒരു കത്തുണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് കുറച്ച് പണം അയച്ചതിനെക്കുറിച്ചും ഒരു കത്തുണ്ടായിരുന്നു, സഹോദരി പറഞ്ഞു. കാർത്തിക് അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഖാലിദ് എന്തുകൊണ്ടാണ് ഇത് ചെയ്തത്? അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് എന്തിനാണ്? കാർത്തിക് തൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുമായി ആ കത്ത് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. പുതിയ വീട്ടിലെ ആഹ്ലാദത്തിനിടയിലും കാർത്തികിൻ്റെ മനസ്സിൽ ഒരു ചോദ്യം അവശേഷിച്ചു. എന്തിനാണ് ഖാലിദ് ഇത് ചെയ്തത്? അവൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും തകർത്തു കളഞ്ഞ മനുഷ്യനാണ് തൻ്റെ കുടുംബത്തിനു വേണ്ടി ഇത്രയും വലിയൊരു നന്മ ചെയ്തതെന്ന ചിന്ത കാർത്തികിനെ അസ്വസ്ഥനാക്കി. അവൻ തൻ്റെ സഹോദരിയോട് കത്താവശ്യപ്പെട്ടു. അലമാരയുടെ മുകളിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ പെട്ടിയിൽ നിന്ന് അവൾ ഒരു കത്ത് പുറത്തെടുത്തു. അതൊരു ബിസിനസ് കവറിലായിരുന്നു. അതിൽ ഖാലിദിൻ്റെ പേരും കമ്പനിയുടെ ലോഗോയും ഉണ്ടായിരുന്നു. കാർത്തിക് വിറയലോടെ കവർ തുറന്നു. അകത്ത് ഒരു കത്തും ബാങ്ക് വിവരങ്ങൾ അടങ്ങിയ ഒരു കടലാസും ഉണ്ടായിരുന്നു. കാർത്തിക് ആദ്യം കത്ത് വായിച്ചു. പ്രിയപ്പെട്ട കാർത്തിക്, നിങ്ങൾ ഈ കത്ത് വായിക്കുമ്പോൾ ഒരു പക്ഷേ എന്നോട് ഒരുപാട് ദേഷ്യമുണ്ടായിരിക്കും. ആ ദേഷ്യം ന്യായമാണ്. എൻ്റെ പ്രവൃത്തികൾ ഒരു ക്രൂരനായ മുതലാളിയുടേതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നില്ല. കാരണം ഞാൻ ചെയ്തത് ശരിയാണെന്ന് എനിക്കറിയാം. എൻ്റെ കഠിനമായ വാക്കുകൾ ഒരു മനുഷ്യൻ്റെ മനസ്സ് തകർക്കാൻ മാത്രം ശക്തനാണെന്ന് എനിക്കറിയാം.
ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരനായിരുന്നു. സ്വപ്നങ്ങളുമായി ഞാൻ ഈ മരുഭൂമിയിലെത്തി. എന്നാൽ ഈ ലോകം കണിശക്കാരനായ ഒരു മുതലാളിയെയാണ് എൻ്റെ ഉള്ളിൽ വളർത്തിയത്. പണവും അധികാരവും എന്നെ സ്വാധീനിച്ചു. ഞാൻ മനുഷ്യരെ വെറുമൊരു യന്ത്രമായി കണ്ടു. നിങ്ങളുടെ സത്യസന്ധത കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പഴയ കാലം ഓർമ്മ വന്നു. ഒരുപാട് കാലമായി നഷ്ടപ്പെട്ടു പോയ ഒരു നന്മ ഞാൻ നിങ്ങളിൽ കണ്ടു. എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ വലിയ സ്വപ്നങ്ങളുണ്ട്. അത് ഞാൻ നശിപ്പിക്കാൻ പാടില്ല. അത് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം. ഞാൻ നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് നിങ്ങൾക്ക് തിരികെ നാട്ടിൽ പോകാനുള്ള ഒരു കാരണമുണ്ടാക്കാനാണ്. ഒരു പക്ഷേ നിങ്ങൾ ആ ദുരിതപൂർണമായ ജീവിതം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ഈ കത്ത് വായിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പുതിയ വീട്ടിൽ ആയിരിക്കുമെന്ന് എനിക്കറിയാം. ഇത് നിങ്ങളുടെ സത്യസന്ധതയുടെയും നന്മയുടെയും ഫലമാണ്. നിങ്ങളുടെ കഠിനാധ്വാനം ഞാൻ കണ്ടു. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല മനുഷ്യരിൽ ഒരാളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഇത് അർഹിക്കുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഞാൻ കുറച്ച് പണം അയച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കും ഒരു പുതിയ ബിസിനസ് തുടങ്ങാനും ഉപയോഗിക്കാം. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സ്വന്തമായി തീരുമാനിക്കാം. എൻ്റെ എല്ലാവിധ ആശംസകളും. ഖാലിദിൻ്റെ കത്ത് വായിച്ചപ്പോൾ കാർത്തികിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അവൻ്റെ മനസ്സിലെ ദേഷ്യവും നിരാശയും നിമിഷങ്ങൾക്കുള്ളിൽ അലിഞ്ഞുപോയി. ഖാലിദ് എന്ന മനുഷ്യൻ്റെ യഥാർത്ഥ നന്മ അവൻ മനസ്സിലാക്കി. അവൻ ഖാലിദിനോട് താൻ കാണിച്ച ദേഷ്യത്തിൽ ഖേദിച്ചു. ഖാലിദ് കാണിച്ചത് ക്രൂരതയായിരുന്നില്ല, മറിച്ച് ഒരു പിതാവിൻ്റെ സ്നേഹം പോലെയായിരുന്നു. അദ്ദേഹം കാർത്തികിനെ സ്വയം ഉയരാൻ പഠിപ്പിച്ചു. കാർത്തിക് ആ കത്ത് മാറോടണച്ചു നിന്നു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സന്തോഷമായിരുന്നു അത്. കയ്യിലുള്ള കത്തും മനസ്സിലെ സന്തോഷവുമായി കാർത്തിക് മുറിയിലുണ്ടായിരുന്ന ബാങ്ക് രേഖകൾ എടുത്തു. അതിൽ ഖാലിദ് പറഞ്ഞതുപോലെ വലിയൊരു തുക അവൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. പണത്തേക്കാൾ വലിയൊരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടായിരുന്ന നന്മയാണ് കാർത്തികിനെ സന്തോഷിപ്പിച്ചത്. അവൻ്റെ കണ്ണിൽ ഖാലിദ് എന്ന മുതലാളി ഒരു ദൈവത്തെ പോലെയായിരുന്നു. ഒരാളുടെ ബാഹ്യമായ പെരുമാറ്റത്തിലല്ല, മറിച്ച് മനസ്സിലാണ് നന്മയെന്ന് അവൻ മനസ്സിലാക്കി. കാർത്തിക് അമ്മയെയും സഹോദരിമാരെയും വിളിച്ച് ഖാലിദ് അയച്ച കത്തും പണത്തെക്കുറിച്ചും പറഞ്ഞു. അവർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സന്തോഷം അവരുടെ കണ്ണുകളിൽ നിറഞ്ഞൊഴുകി. കാർത്തിക് ഖാലിദ് പറഞ്ഞതുപോലെ നാട്ടിൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. അവൻ്റെ ഉന്നത വിദ്യാഭ്യാസം അവന് സഹായകരമായി. അവൻ ഒരു ചെറിയ ബിസിനസ് ആരംഭിച്ചു. അത് ക്രമേണ വളർന്നു. കാർത്തികിൻ്റെ കഠിനാധ്വാനവും സത്യസന്ധതയും ബിസിനസിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. അവൻ്റെ ജീവിതം ഒരുപാട് മാറി. അവൻ്റെ കുടുംബം സന്തോഷത്തിലാണ്. അമ്മയുടെ ചികിത്സകൾ കൃത്യമായി നടക്കുന്നു. സഹോദരിമാർക്ക് നല്ലൊരു വിദ്യാഭ്യാസം ലഭിച്ചു. അവർക്ക് നല്ലൊരു ഭാവി ലഭിച്ചു. ഖാലിദിൻ്റെ കത്ത് കാർത്തികിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. അത് അവനെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു. അതവനെ സത്യസന്ധനും നല്ലവനുമായി തുടരാൻ പഠിപ്പിച്ചു. കാർത്തിക് തൻ്റെ പുതിയ വീട്ടിലിരുന്ന് ഖാലിദിനെ ഓർത്തു. അവൻ മനസ്സിൽ പറഞ്ഞു, സാർ, നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. കൂട്ടുകാരെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ നന്മയ്ക്കും വലിയ പ്രതിഫലം ലഭിക്കുമെന്നാണ്. ഓരോ മനുഷ്യൻ്റെ മനസ്സിലും ഒരു നന്മയുടെ തിരിയുണ്ട്. വെളിയിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അത് അവിടെയുണ്ടെന്ന് ഈ കഥ ഓർമ്മിപ്പിക്കുന്നു. ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. ഇതുപോലെ ഹൃദയസ്പർശിയായ കഥകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.